ഇന്നലെ നടന്ന ഹിക്മ എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരത്തിന് നേരെ ടിക്ക് അടയാളപ്പെടുത്തുക. മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? അതിൽ ശരിയുത്തരം അള്ളാഹുവിനോട്. ഹിറ ഗുഹയിൽ വെച്ച് അവതരിച്ചു തുടങ്ങിയത് എന്തായിരുന്നു? ശരിയുത്തരം ഖുർആൻ. ഖുർആൻ ഓതി തുടങ്ങുമ്പോൾ താഴെയുള്ളവയിൽ എന്താണ് പറയേണ്ടത്? ശരിയുത്തരം ബിസ്മി. താഴെ കൊടുത്തവരിൽ അള്ളാഹുവിൻ്റെ റസൂൽ ആര്? ശരിയുത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. താഴെ കൊടുത്തവയിൽ ഈമാൻ കാര്യം ഏതാണ്? ശരിയുത്തരം അള്ളാഹുവിൽ വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ചേർത്ത് വരയ്ക്കുക. അള്ളാഹു എല്ലാം അറിയുന്നു, അള്ളാഹു വലിയവനാണ്, അള്ളാഹു കാരുണ്യവാനാണ്. താഴെയുള്ള ചിത്രങ്ങളിൽ അള്ളാഹുവിൻ്റെ വീട് എന്ന വിശേഷണമുള്ള ചിത്രത്തിന് ചുറ്റും വരയ്ക്കൂ. ഏതാണ്? പള്ളി. താഴെ കൊടുത്ത ചിത്രങ്ങളിൽ നമസ്കാരത്തിൽ പെട്ടിട്ടില്ലാത്തതേത്? ചുറ്റും വരയ്ക്കൂ. ചിത്രങ്ങൾ നോക്കിയിട്ട് നമസ്കാരത്തിൽ പെടാത്തത്. ഖുർആനിൽ ഒരു സൂറത്തിൻ്റെ പേരിന് ചുറ്റും വരയ്ക്കൂ. ശരിയുത്തരം അന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ എത്തിച്ചു കൊടുത്ത മലക്കിൻ്റെ പേരിന് ചുറ്റും വരയ്ക്കൂ. ശരിയുത്തരം ജിബ്രീൽ. താഴെ കൊടുത്തവയിൽ ഇസ്ലാം കാര്യങ്ങളുടെ എണ്ണത്തിൻ്റെ അതേ എണ്ണം ഇതളുകളുള്ള പൂവിന് നിറം കൊടുക്കൂ. ഇസ്ലാം കാര്യങ്ങൾ 5 ആണ്. 5 ഇതളുകളുള്ള പൂവിന് നിറം കൊടുക്കുക. നല്ല ആഹാരശീലങ്ങൾ ചേർത്ത് വരയ്ക്കാം. അവസാനം അൽഹംദുലില്ലാ പറയണം, തുടക്കത്തിൽ ബിസ്മി പറയണം. മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്തു ചൊല്ലണം? ചേർത്ത് വരയ്ക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ 2 കുടുംബാംഗങ്ങളുടെ പേര് താഴെ കള്ളികളിലുണ്ട്. അവ കണ്ടെത്തി നിറം നൽകൂ. അബ്ദുള്ള, ആമിന. മദ്രസയിലേക്ക് പോകുമ്പോൾ അമൻ ഉമ്മയോട് എന്തോ പറഞ്ഞു. താഴെ കൊടുത്ത കളങ്ങളിൽ അക്ഷരങ്ങൾ ക്രമപ്പെടുത്തിയാൽ പറഞ്ഞത് എന്താണെന്ന് അറിയാം. കണ്ടെത്തി എഴുതൂ. എന്താണ്? അസ്സലാമു അലൈക്കും. ചേർത്ത് വരയ്ക്കാം. ഒന്നാമത്തെ കോളത്തിലെ പേരുകൾക്ക് ഏറ്റവും യോജിച്ചവ 2ാം കോളത്തിൽ നിന്ന് കണ്ടെത്തി ചേർത്ത് വരയ്ക്കൂ. മക്ക, നബിയുടെ ജന്മനാട്. ഹിറ ഗുഹ, മക്കയിലെ മലയിൽ. ഫാത്തിമ, നബിയുടെ മകൾ. ഖദീജ, നബിയുടെ ഭാര്യ. ചിത്രം നോക്കി യോജിച്ച സംഖ്യയ്ക്ക് ചുറ്റും വരയ്ക്കൂ. ചിത്രത്തിൽ എത്ര പൂക്കളുണ്ട്? സബഅത്ത്. ചിത്രവും വാക്കും ചേർത്ത് വരയ്ക്കാം. വർദ്ധത്തുൻ, റോസാപ്പൂവ്. കൽബുൻ, ഡോഗ്. ഫറാഷത്തുൻ, ബട്ടർഫ്ലൈ. റആത്തുൻ, കണ്ണാടി. ഷൈമയുടെ ക്ലാസ്സിൽ എല്ലാവരും നിൽക്കുകയായിരുന്നു. ടീച്ചർ എന്തോ പറഞ്ഞപ്പോൾ അവർ ഇരുന്നു. എന്തായിരിക്കും പറഞ്ഞത്? ചുറ്റും വരയ്ക്കൂ. എന്തായിരിക്കും പറഞ്ഞത്? ഇജ്ലിസ്. മനുഷ്യരെ പടച്ചത് അള്ളാഹുവാണ്. എന്നാൽ മലക്കുകളെ പടച്ചത് ആര്? ചുറ്റും വരയ്ക്കൂ. ശരിയുത്തരം അള്ളാഹു. താഴെ കൊടുത്ത ചിത്രങ്ങളിൽ മോശം പെരുമാറ്റത്തിന് ചുറ്റും വരയ്ക്കൂ. ഏതാണ്? പരസ്പരം അടികൂടുന്നത് അല്ലേ? വിട്ടുപോയ അക്ഷരത്തിന് ചുറ്റും വരയ്ക്കുക. സാലബുൻ. സാലബുൻ എന്നതിൽ സാ വിട്ടുപോയിട്ടുണ്ട്. തുഫാഹത്തുൻ എന്നതിൽ താ വിട്ടുപോയിട്ടുണ്ട്. താ, സാ. താ വരുന്ന പദമുള്ള ഇലയ്ക്ക് നിറം നൽകാം. ഇവിടെ മിഫ്താഹുൻ. മിഫ്താഹുൻ എന്നതിൽ താ വരുന്നുണ്ട്. ആ ഇലയ്ക്ക് നിറം നൽകുക. താഴെ കൊടുത്ത ചിത്രങ്ങളിൽ മീം കൊണ്ട് തുടങ്ങുന്ന പദത്തിൻ്റെ ചിത്രത്തിന് ചുറ്റും വരയ്ക്കുക. ഏതാണ്? മൗസുൻ.